സുൽത്താൻ ബത്തേരി എം.എൽ.എ. IC ബാലകൃഷ്ണൻ അയച്ച കത്ത് പുറത്ത്. വയനാട് അർബൻ സഹകരണ ബാങ്കിൽ നിയമനം നൽകണമെന്ന ശുപാർശ കത്താണ് പുറത്തായിരിക്കുന്നത്. സ്ലീപ്പർ പോസ്റ്റിലേക്കാണ് ശുപാർശ ചെയ്തത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, വിവരങ്ങൾ. കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കത്ത് ഞാൻ വായിക്കാം. സുൽത്താൻ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ ശ്രീ ബാലകൃഷ്ണന്റെ മകൾ ശ്രീമതി അർജുൻ, തുടരുക. എന്തായാലും സുൽത്താൻ ബത്തേരി എം.എൽ.എ. IC ബാലകൃഷ്ണൻ അയച്ച കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വയനാട് അർബൻ സഹകരണ ബാങ്കിൽ നിയമനം നൽകണമെന്ന ശുപാർശ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വീപ്പർ പോസ്റ്റിലേക്കാണ് ശുപാർശ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് എം.എൽ.എ. IC ബാലകൃഷ്ണൻ അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നത്. അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റ്, സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇത് MLA-യുടെ ലെറ്റർ ഹെഡിൽ തന്നെയാണ് ഈ ഒരു കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. 2021 അയച്ച കത്താണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. കൃത്യമായി MLA-യുടെ സീലും MLA-യുടെ ഒപ്പോടും കൂടിയ കത്താണ് ഇപ്പോൾ എന്തായാലും പുറത്ത് വന്നിട്ടുള്ളത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അയച്ച കത്തിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. വയനാട് അർബൻ സഹകരണ ബാങ്കിൽ നിയമനം നൽകണമെന്ന ശുപാർശ കത്താണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. വിവരങ്ങൾ. തീർച്ചയായും നിഖിൽ, 2021 നൽകിയ ഒരു ശുപാർശ കത്താണ് ഇപ്പോൾ നമ്മുടെ കൈവശം കിട്ടിയിട്ടുള്ളത്. അതിൽ അന്ന് IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റാണ്. IC ബാലകൃഷ്ണൻ ഒപ്പിട്ട ഒരു കത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് സുൽത്താൻ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ ശ്രീ ബാലകൃഷ്ണന്റെ മകൾ ശ്രീമതി അനില CBK ചേരിങ്കല് വീട് എന്നിവർക്ക് അർബൻ ബാങ്കിൽ സ്ലീപ്പർ പോസ്റ്റിലേക്ക് നിയമിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന തരത്തിലുള്ള ഒരു കത്താണ് പുറത്തുവിട്ടത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ബാങ്കുകളിലടക്കം അർബൻ ബാങ്കിലും കാർഷിക ബാങ്കുകളിലും അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ നിയമന അഴിമതി നടന്നിട്ടുണ്ടെന്ന വലിയ പരാതി വരികയും അതിന്റെ രേഖകളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് IC ബാലകൃഷ്ണനെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. IC ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ND അപ്പച്ചൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടക്കത്തിലെ ആരോപണം ഉയർന്ന ഉടനെയാണ് പിന്നീട് ഒരു രേഖ പുറത്തു വന്നത്. അതായത് ഇത്തരത്തിൽ ഈ ഒരു നിയമനം നടത്തി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു രേഖ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ IC ബാലകൃഷ്ണൻ നിയമനം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ശുപാർശ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വ്യക്തമായ അന്വേഷണം വേണ്ടിയിരിക്കുന്നു. തീർച്ചയായും പാർട്ടി തലത്തിലും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിഖിൽ. ശരി അർജുൻ, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അയച്ച കത്ത് പുറത്ത്. വയനാട് അർബൻ സഹകരണ ബാങ്കിൽ നിയമനം നൽകണമെന്ന ശുപാർശ കത്താണ് പുറത്ത് വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.